സാറേ നമസ്കാരം. നമസ്കാരം. ഇത് തനാപുരത്തുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോ പുറത്തു വന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് ഒരു വേറൊരു ആംഗിളിലാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നത്. ഈരാറ്റുപേട്ടയുള്ള ജനങ്ങൾ അവരെല്ലാം പി.സി. ജോർജിൻ്റെ തോള് ചേർന്ന് നടന്നവരാണ്. പെട്ടെന്ന് അവരിലൊരു വിഘടനവാദം ഉണ്ടാവുകയും അവർ ഭിന്നിക്കുകയും ചെയ്യും. ആ വീഡിയോ സാറ് കണ്ടല്ലോ? ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് അദ്ദേഹം പി.സി. ജോർജ് പറഞ്ഞതിനോട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല, വൃത്തിയോടും പറഞ്ഞിട്ടില്ല. അതിന് കാരണം ഇദ്ദേഹം ഇസ്ലാമിനെ ആക്ഷേപിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളായ ദൈവത്തേക്കോ പ്രവാചകന്മാരെ കുറിച്ചോ വേദപുസ്തകങ്ങളെ കുറിച്ചോ ഒന്നും ഈ പി.സി. ജോർജ് ഒത്തിരി കളിയാക്കി എന്ന് പറയുന്നത് അവിടെ ഉള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ, ലോകത്താകമാനമുള്ള മുസ്ലിമീങ്ങളെ അദ്ദേഹം കളിയാക്കിയില്ലല്ലോ. വിശ്വാസ പ്രമാണമായിട്ടുള്ള ദൈവത്തെ അദ്ദേഹം നിഷേധിച്ചോ? പ്രവാചകന്മാരെ നിഷേധിച്ചോ? ഖുർആനെ നിഷേധിച്ചോ? പ്രവാചകന്മാരെ നിഷേധിച്ചില്ല, വേദപുസ്തകങ്ങളെ നിഷേധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞേ? അവിടെ ചില ഒരു പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ആ വികാര തിമിർപ്പിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ്. ഞാൻ ഇനി എൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുത്തിപ്പറിച്ച് കരൾ ചവച്ച് തുപ്പിയ കരളി ചവച്ച് അരച്ച് തുപ്പിയ ഹിന്ദെന്ന് പറയുന്നവരെ റസൂലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പോലും റസൂലെ ക്ഷമിച്ചില്ലേ? അതിനേക്കാൾ വലിയ കുറ്റം ഇദ്ദേഹം ചെയ്തോ? യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം 10-30 വർഷം ഈ ഈരാറ്റുപേട്ടയിൽ MLA ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. ഞാൻ ജീവിതത്തിൽ ഇദ്ദേഹത്തെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ MLA പദവി ഉപയോഗിച്ച് ആ നാടിനെ മുഴുവനും നല്ല രീതിയിലാക്കിയതിൻ്റെ നേട്ടം കിട്ടിയത് മുസ്ലിം സമുദായത്തിനും കൂടെ അല്ലേ? അതിനുശേഷം വന്നിട്ടുള്ളവർ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? ചിന്തിച്ച് നോക്കണം നമ്മൾ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തെ ഇട്ട് കുടയുന്നത് ശരിയല്ല. ഇനി എനിക്ക് എൻ്റെ സമുദായത്തിലൂടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമുദായമേ, റമദാൻ മാസമാണ് ഈ വരാൻ പോകുന്നത്. എല്ലാ തെറ്റുകളെയും കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ. എല്ലാം ക്ഷമിച്ച് സഹിച്ചും അന്തസ്സായ രീതിയിൽ ഈ പി.സി. ജോർജിനെ പുറത്തിറങ്ങി വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി യഥാർത്ഥത്തിൽ സഹകരിക്കേണ്ടത് മുസ്ലിം സമുദായമാണ്. ഞാനാണെങ്കിൽ 74 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ആ രൂപത്തിലിരുന്നിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ പരിശുദ്ധ റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് തീർച്ചയായിട്ടും ശരി, ക്ഷമിച്ച് സഹിച്ച് എല്ലാ പാവങ്ങളെയും പുറത്ത് ഇദ്ദേഹം നല്ല രീതിയിൽ വരാൻ വേണ്ടി ദുആ ചെയ്താൽ അദ്ദേഹം ഈ ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും തീർച്ചയായിട്ടും ശരി അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യുന്നുള്ള ഒരു അഭിപ്രായം, ഒരു റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോടുണ്ട്. ഈ ഖുർആന്റെ ഒരു ഇതെന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണോ സാറ് പറയുന്നത് ക്ഷമിക്കണം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ക്ഷമിച്ചേ പറ്റൂ. കാരണം ഇന്നല്ലാഹ മഅസ് സാബിരീൻ, സബൂർ ചെയ്യുന്നവനോടൊപ്പം ദൈവം ഉണ്ട് എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സമുദായമേ, നീ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ജോർജ് സാറ് പറഞ്ഞിട്ടുള്ളതിൻ്റെ അകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതത്ര അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വിചാരിച്ച് ആകാശോദാമിനെയും മുസ്ലിമിനെയും ഒക്കെ പുള്ളി ആക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ഇറക്കി എന്നാണ് പറയുന്നത്. ഇസ്ലാമിനെ അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ആമന്തു ബില്ലാഹി വ മലായിക്കത്തിഹി വ കുത്തുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈറിഹി വ ശർറിഹി മിനല്ലാഹി തആല. ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വീക്ഷണം. ഈ വീക്ഷണത്തിൽ ഏത് വീക്ഷണത്തെയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്? ചിന്തിച്ചു നോക്കുക. അദ്ദേഹം ആക്ഷേപിച്ചോ? ഇല്ല. ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണത്തെയും അദ്ദേഹം ആക്ഷേപിച്ചില്ല. പിന്നെ ഇലക്ഷനിൽ നിന്നു തോറ്റുപോയതിൻ്റെ പേരിൽ ആ ഈരാറ്റുപേട്ട നാട്ടിലുണ്ടായിരുന്ന 10-27,000 പേര് അദ്ദേഹം വോട്ട് ചെയ്യാത്തതിൻ്റെ ആ ദേഷ്യം വന്ന് അദ്ദേഹം പറഞ്ഞു പോയതാണ്. അല്ലാതെ അദ്ദേഹം ഒരു തീവ്രവാദ പ്രവർത്തനത്തിലുള്ളവരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെയാണ്. സാറേ, നമ്മുടെ ഇപ്പോൾ LDFിലും UDFിലും എടുക്കാതെ വന്നപ്പോഴാണ് ഇദ്ദേഹം BJPയിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു തെറ്റായിട്ട്. NDFിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളാരും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പാർട്ടി പിരിച്ചുവിട്ടു എന്നാണ് അദ്ദേഹം അന്നതിനകത്ത് പറയുന്നത്. സാറേ, BJPയെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവോ കഴിവോ എനിക്കില്ല. അത് സത്യമായ കാര്യമാണ്. പക്ഷേ
പിന്നെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചായിരിക്കും പോയത്. പക്ഷേ ഈ BJP അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലാതെ ആയിരുന്നു, ഇദ്ദേഹം വിശ്വസിക്കലായിരുന്നു, അതാ സംഭവിച്ചു പോയത്. ഇനിയും അദ്ദേഹം തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എൻ്റെ സമുദായത്തിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ തെറ്റുകളെല്ലാം എൻ്റെ സമുദായം ക്ഷമിക്കുകയും ജോർജിനെ അന്തസ്സായി സ്വീകരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഈരാറ്റുപേട്ടയെ നിർത്തി വിജയിപ്പിച്ച് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരണം PC ജോർജ് കഴിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് ഈരാറ്റുപേട്ടയെ കൊണ്ടുവന്നതിൻ്റെ 85% വികസനവും കൊണ്ടുവന്ന് അതിൻ്റെ നേട്ടം ഉണ്ടായത് എൻ്റെ സമുദായത്തിനാണ്. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഈരാറ്റുപേട്ട ഞാൻ വന്നിട്ടുള്ളവനാണ്, നോക്കണം. 42 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിഴലായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ നിഴലായിട്ട് ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവുക, അദ്ദേഹം ഈ ചീഫ് വിപ്പ് ആയിരിക്കുമ്പം കൂടെ അദ്ദേഹത്തിൻ്റെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിൽ പെടുക, അങ്ങനെ പോലും പിരിയാതെ നിന്ന തൊട്ട് 3 വീടിനപ്പുറത്തുള്ള അയൽവാസിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വിമർശിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ കാഴ്ച. അത് ഇസ്ലാമിനെ കുറിച്ച് അയാൾ ചിന്തിക്കട്ടെ. ഇന്നല്ലാഹ മാസാവരീൻ, ഞാൻ ഈ ഹംസ റളിയല്ലാഹുവിൻ്റെ കരൾ കടിച്ചു തുപ്പിയ ചരിത്രം ഞാൻ പറഞ്ഞു ഇസ്ലാമിലെ. ഇതൊക്കെ ചിന്തിച്ച് നോക്കേണ്ടതാണ്. റമദാനിലാണ് യുദ്ധം ഉണ്ടായത്, അതുപോലെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ശരി, ക്ഷമിക്കണം, ക്ഷമയാണ് ബലം എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. പക്ഷേ സാറേ, ഈ അത്രയും ആൾക്കാർ 27,000 ആൾക്കാരോളം ഉള്ള ഒരു സമൂഹത്തിനെ മൊത്തം അവിടെ 93% മുസ്ലിംസും 77% അങ്ങനെ ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് വിദ്വേഷം ഉണ്ടാക്കാതെ ഇരിക്കാനുള്ള ഉത്തരവാദിത്വം PC ജോർജിന് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റെന്തോ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു പോയത്. ഏതാണ്ട് തുള്ളി മരുന്ന് ഒഴിച്ചാൽ ലൈംഗിക ശേഷി കുറയുമെന്നുമൊക്കെ ഇദ്ദേഹം പറഞ്ഞു. ജീവിക്കാതെ ഞാൻ കണ്ടതാണ്. പക്ഷേ അതല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലതാണ്. അതെ, അങ്ങനെ ഒരു കാര്യമില്ല. അപ്പം അത്തരം പ്രസ്താവനകളൊക്കെ അവരുടെ മനസ്സിൽ കുഞ്ഞുമോൻ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, അവർ പറയുന്നുണ്ട്, PC ജോർജ് ഇറങ്ങി വന്ന ഒരു സ്ഥലത്ത് പോകാൻ അവിടെ ഇറങ്ങിപ്പോയെങ്കിൽ പിന്നെ ആ സമയത്തെങ്ങും ആ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല, അതുപോലെ ആൾക്കാർ ഉള്ളിൽ വന്ന് പൊതിയും. അത്രമാത്രം സ്നേഹം കൊടുത്ത് ഇരുന്നപ്പോൾ അവർക്ക് നേരെ ഒരു മുസ്ലിമിന് നേരെ, ഇസ്ലാമിന് നേരെ എന്നിപ്പോൾ സാറ് പറഞ്ഞത് ഇസ്ലാമിനെ ആക്ഷേപിച്ചിട്ടില്ല, മുസ്ലിമിന് നേരെ മുസ്ലിങ്ങളെ മൊത്തം ആക്ഷേപിക്കുന്ന, അവരെല്ലാം തീവ്രവാദികളാണെന്ന് പറയുന്ന ഒരു പ്രസ്താവന. ആ പ്രസ്താവനയാണ് അവരെ വല്ലാതെ വേദനിപ്പിച്ചതെന്നാണ്. അതെ, അദ്ദേഹം അങ്ങനെ പറയരുതായിരുന്നു എന്നൊരു അഭിപ്രായമേ എനിക്കുള്ളൂ. പക്ഷേ അദ്ദേഹം ഇസ്ലാമിനെ ആക്ഷേപിച്ചില്ലല്ലോ. അവിടെ നമ്മൾ ചിന്തിക്കണ്ടേ. അദ്ദേഹം ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളായ ദൈവത്തെ ആക്ഷേപിച്ചോ, പ്രവാചകന്മാരെ ആക്ഷേപിച്ചോ, അവരുടെ ജീവിത രീതികളെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരു 27,000 ചില്ലറ ആൾക്കാർ ഇത് കാരണം ഇദ്ദേഹം തോറ്റുപോയി, ശരിയാണ്. പക്ഷേ അവർ മാറി ചിന്തിക്കേണ്ടിയിരുന്നു. അത് ചിന്തിക്കാതെ വന്നപ്പോൾ ഇത് തോറ്റും പോയി, അല്ലാതെ വേറൊന്നും അവിടെ സംഭവിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ഇവര് പിന്നെ ഈ വോട്ടുകൾക്കൊക്കെ അപ്പുറത്ത് ഒരു സ്വതന്ത്രനായി നിന്നപ്പം പോലും ഈരാറ്റുപേട്ട ഒന്നടങ്കം പുള്ളിക്ക് വോട്ട് ചെയ്താണ് പുള്ളിയെ ജയിപ്പിച്ചത്. മുന്നണികളെയും പിന്തള്ളി ജയിക്കാൻ പറ്റി. ഇത്രയുമൊക്കെ അവര് കൂടെ നിന്നപ്പം അവർക്ക് പെട്ടെന്ന് കുഞ്ഞുമോനോട് ഒരു ദേഷ്യം തോന്നി. ആ ദേഷ്യം നാളെ തണുക്കുമോ സാർ? തീർച്ചയായിട്ടും തണുക്കും. ഞാനൊക്കെ അതിന് വേണ്ടി ദുആ ചെയ്യുന്നവനാണ്. അന്തസ്സായ രീതി ഇനിയിപ്പോൾ വരാൻ വന്ന റമദാനിൽ 30 ദിവസം. കാരണം ഈരാറ്റുപേട്ടയിൽ ജോർജ് സാർ ജയിക്കണം എന്നുള്ളവർ മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹം ജയിച്ച് വീണ്ടും MLA ആയിട്ട് വരികയാണെങ്കിൽ ഈ മുസ്ലിം സമുദായത്തോട് അദ്ദേഹത്തിനുണ്ടാകുന്ന സ്നേഹം, കടപ്പാട് അതിഭീമമായിരിക്കും, ഭയങ്കരമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ച് ഇറക്കി കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ അദ്ദേഹം BJP തന്നെ ഇപ്പം അദ്ദേഹത്തിന് LDF-ലേക്ക് പോകാൻ കഴിയില്ല, അവിടെ എടുക്കത്തില്ല. UDF-ലേക്ക് പോകാൻ കഴിയില്ല, അവിടെ എടുക്കത്തില്ല. അദ്ദേഹം BJP തന്നെ നിൽക്കേണ്ടി വരുന്നു. ഏതെങ്കിലും ഒരു മുന്നണി അദ്ദേഹത്തിന് പിന്തുണ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പം BJP തന്നെ അയാൾ നിൽക്കത്തുള്ളൂ. അങ്ങനെ BJP നിന്നാൽ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ BJP-യോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ ചെല്ലണം എന്ന് സാറിന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റുകയില്ല. ചെല്ലുമോ? ചെല്ലത്തില്ല. അപ്പോൾ ഈരാറ്റുപേട്ടയിലെ 27,000 ആൾക്കാർ മാത്രം പിന്തുണച്ചാൽ ഇദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ? 27,000 പേര് മാത്രം. അതൊക്കെ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഹിന്ദുക്കളും ഉണ്ടല്ലോ. യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഒരു പെട്ടെന്ന് പറഞ്ഞു പോയി അദ്ദേഹത്തിന് ഒരു ദൈവികമായ ഒരു ശാപം ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം അതും കൂടെ ഞാൻ പറയാം. എന്ത് ശാപമാണ് സാർ?
കന്യാസ്ത്രീകളെക്കുറിച്ച് ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു കന്യാസ്ത്രീ ആകണമെങ്കിൽ എന്ത് ത്യാഗം സഹിക്കണം. സാധാരണ മനുഷ്യൻ്റെ കൂട്ടരാണോ ഒരു കന്യാസ്ത്രീ? അവർക്കൊരു സിനിമ കാണാൻ പറ്റും, ഒരു നാടകം കാണാൻ പറ്റും, ഇതുപോലെ എന്തെങ്കിലും അവർക്ക് പബ്ലിക്കുമായിട്ട് 24 മണിക്കൂറും കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരെണ്ണം അദ്ദേഹം അവർക്ക് കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ അച്ഛന്മാരും. ഇദ്ദേഹം ഒരു കന്യാസ്ത്രീയെ വളരെ മോശമായിട്ട് സംസാരിക്കില്ലേ? തെറ്റല്ലേ അത്? ഞാനൊരു ക്യാൻസർ രോഗിയാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. ആരുടെ, ഏത് മാണിയുടെ ഭാര്യയാണ്? ഏത് മാണി? ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയപ്പം ഇയാൾ പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട വാക്കല്ലേ? അതൊക്കെ ദൈവം ഇയാളെ ശപിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അത് പറയരുത്. എനിക്ക് വേദന തോന്നി, കാരണം ഞാനിത് അനുഭവിച്ചവനാണ് ക്യാൻസർ. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ എനിക്കിപ്പോഴും വിശ്വാസം തീർച്ചയായിട്ടും ശരി, ജോർജ് വരും വീണ്ടും. പി സി ജോർജ് അവിടെ വരും. അത് കാരണം അവരുടെ ആ സ്നേഹം കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത് ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും കഴിവുള്ളത് ഇവർക്കാണ് എന്നാണ് സാറ് പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. കാരണം ഈരാറ്റുപേട്ട തെറ്റാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയും ഈ ഈരാറ്റുപേട്ടക്കാർ വിചാരിച്ചാൽ. തീർച്ചയായിട്ടും ശരി. അതിനകത്ത് എതിരെ നിൽക്കുകയല്ല, അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി കൊണ്ടുവന്നിട്ട് സാറേ അതാണ് വേണ്ടിയത്, വിളിപ്പിക്കണം. കാൽക്കൽ വീണകൾ മാപ്പ് പറയുമെന്നാണ് പറയുന്നത്. അയാൾ മുസ്ലിം സമുദായത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ്. കാൽക്കൽ വീഴുന്നത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല, ഒരിക്കലുമല്ല. കാൽക്കൽ വീഴാൻ പാടില്ല. അതൊരു സ്വന്തം മനസ്സിലാക്കും, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. പക്ഷേ അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടാകും. ഈ റമദാനിൽ ഞാൻ തന്നെ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു പാർട്ടികളാണ് ഞങ്ങളൊക്കെ. തീർച്ചയായിട്ടും ശരി, അദ്ദേഹത്തിന് അത് ഉണ്ടാകും. ഞാൻ പിന്നെ ജോർജിൻ്റെ ഉയരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ ഈ പടച്ചോനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്നേഹം ഇനിയും ഉണ്ടാകും. അത് വളരെ അരക്കിട്ടുറപ്പിച്ച ബന്ധമായി. തീർച്ചയായിട്ടും അദ്ദേഹം മരിക്കുന്നതിനും വരെ അവിടുത്തെ MLA ആയിരിക്കും. സാറേ, ഇദ്ദേഹം ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ പോയി മറ്റേ നിങ്ങളുടെ ഖുറാൻ്റെ ഇതൊക്കെ വചനങ്ങൾ പറയാറുണ്ടോ? ഉണ്ട്. അദ്ദേഹം പറയും ഖുർആൻ്റെ വചനങ്ങൾ പറയുന്നത് എത്രയോടത്ത് ഞാൻ കേട്ടിരിക്കുന്നു. അക്ഷരസ്ഫുടതയില്ലായിരിക്കാം, അത് വേറെ ആളായതുകൊണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം പറയും. നല്ല വചനങ്ങളല്ലേ അദ്ദേഹം പറയുന്നത്. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒറ്റിക്കൊടുത്തു എന്നാണ് അവർ പറയുന്നത് സാറേ. അപ്പോൾ അതിനകത്ത് സാറേ, ഇസ്ലാമിൻ്റെ പരമോന്നത ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസത്തിന് അപ്പുറത്തൊരു ശത്രു ഇസ്ലാമിനില്ല. ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല, മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. വകതിരിവും വേർതിരിവും ഉണ്ടാക്കി കൊടുക്കുന്നത് മതമാണ്. ഇത് നിൻ്റെ അച്ഛനാണ്, ഇത് നിൻ്റെ അമ്മയാണ്, ഇത് നിൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് മതങ്ങളാണ്. ഒരു സംസ്കാരമാണ്. ആ മതങ്ങളെ ഇദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. ആ മതങ്ങളില്ലാത്ത ആൾക്കാരെന്ന് പറയുന്ന കമ്മ്യൂണിസത്തോട് ഇവർ വിശ്വസിക്കുന്നില്ലേ? അവർ വോട്ട് ചെയ്യുന്നില്ലേ? അതെങ്ങനെ മുസ്ലിമാണെന്ന് പറയാൻ പറ്റും? അപ്പോൾ BJP-യോളം തന്നെ എതിരാളികളാണ് ശരിയായിട്ടും കമ്മ്യൂണിസവും. സാറേ, BJP ഒരു ശത്രുവേ അല്ല സാറേ. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസമാണ് യഥാർത്ഥ ശത്രു. അവൻ്റെ വിശ്വാസത്തെ അവൻ മാറ്റുന്നില്ലേ? അവൻ്റെ ദൈവവിശ്വാസം. BJP-കാരനും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്? ഏതെങ്കിലും ഒരു ദൈവത്തെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരു ശക്തി ഉണ്ടെന്നും ശക്തിയെ പല വിധത്തിൽ ഇപ്പം രാമനെന്ന് വിളിക്കാം, അള്ളാഹു എന്ന് വിളിക്കാം, ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കാം. പക്ഷെ ആ ശക്തിയെ നമ്മൾ ഭയപ്പെടുമ്പോഴാണ് നമ്മളൊരു ജീവിതത്തിന് അടിമപ്പെട്ട് ജീവിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം വേണം എന്ന് സാറിന് നിഷ്കർഷിക്കുകയാണ്. വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കമ്മ്യൂണിസത്തോട് പറയാനുള്ളത്. അത് കമ്മ്യൂണിസത്തിന്റെ വളരെ നല്ല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ പോയത് ഈ സമുദായങ്ങളെ അല്ലെങ്കിൽ മതത്തിനെ അവന്റെ വഴിക്ക് വിട്ടാൽ ഈ കമ്മ്യൂണിസം നല്ലതാണെന്ന് സാർ പറയും. സാറേ, കമ്മ്യൂണിസം ആദർശം നമ്മളൊരു സബ്ജക്റ്റ് അതിലേക്കല്ല. ഞാൻ ചോദിക്കാം സാറിനോടെ, അവർ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല, ആ മതങ്ങളിൽ വിശ്വസിക്കുക, അങ്ങനെയൊന്നും ഇല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൽ വിശ്വസിക്കണം, അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള കാറൽ മാർക്സും എംഗൽസും അവരുടെ ജീവിതം എങ്ങനെയാണ്? അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടെന്ന് പോലും ആൽബർട്ട് റീസ് വില്യംസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സകല വൃത്തികേടുകളും കാണിച്ചിട്ടുള്ള നേതാക്കന്മാരെയാണ് ഇവർ അംഗീകരിക്കുന്നത്. മതവിശ്വാസികൾക്കോ ഹിന്ദു മതത്തിൽ രാമൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ല. അതുപോലെ ക്രിസ്തു മതത്തിൽ ക്രിസ്ത്യാനികൾ ഈസാ നബി എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ, അതുപോലെ ഇസ്ലാമിലാണ് ആദം നബി മുതൽ മുഹമ്മദ് വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതിനെ അംഗീകരിക്കുന്നത്?
സാറൊന്ന് പറഞ്ഞാട്ടെ. ആ അതൊരു അത് സാർ അതുകൊണ്ട് അവിടെ വിഷയം ബന്ധത്താ സാറേ. ഈ പിന്നെ ഈ PC ജോർജ് ഇവരെ പിന്നെ ഈദിൻ്റെ സമയത്ത് അദ്ദേഹം സന്ധ്യയാകുമ്പം നോയമ്പ് തുറക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വീട്ടിൽ ആഹാരം കഴിച്ചാൽ അതിനുശേഷം 10 മണിക്ക് ശേഷം വേറൊരു വീട്ടിൽ പോയി അദ്ദേഹത്തിന് ആഹാരം കഴിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയമായിരുന്നു. എല്ലായിടത്തും ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് പരാതിയായിരുന്നു. അവിടെ ചെന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഫുഡൊക്കെ എടുത്ത് രാവിലത്തേക്കുള്ള ഫുഡ് കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാറേ അതെ, അദ്ദേഹത്തിന് അങ്ങനെ നല്ലൊരു മനസ്സ്, ഇദ്ദേഹം BJP പോയത് കൊണ്ടല്ലേ സാറേ ആ മനസ്സ് മാറിയത്? സാർ എന്താ ചിന്തിക്കാത്തത്? മാനുഷികമായിട്ടുള്ളതാണ് സാറേ. അത് അങ്ങനെ ഇവിടത്ത് പോയി ആഹാരം കഴിക്കുക, അവരുടെ അടുക്കളയിൽ കയറി പപ്പടം കാച്ചിയൊക്കെ അവരോടൊപ്പം അങ്ങനെ അത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ നടന്നതാണ്. അപ്പോൾ അവിടുന്ന് ആ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു നന്ദി കാണിക്കണ്ടേ സാറേ? അത് നന്ദി കാണിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം. എന്താ തെറ്റ് ചെയ്തത് അദ്ദേഹം നന്ദി കാണിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല എന്നൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഒരിടത്തും തിന്നവനും കൊടുത്തവനും വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് TV യിൽ കൂടെ കണ്ട അറിവേ എനിക്കുള്ളൂ. ഈരാറ്റുപേട്ട വാസുദേവൻ നായരെന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടേ അത് ഇരട്ടവറ്റ വാസുദേവൻ നായരെന്ന് വായിക്കരുത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവിടെ ഇപ്പോൾ സംഭവിച്ചത് അതാണ്. ഈരാറ്റുപേട്ടിലെ മുസ്ലിമീങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ലീലാബി ഖുറൈഷിൻ സൂറത്ത് 7 തവണ ഓതി ശരീരത്ത് ഓതിയിട്ട് ഈ PC ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ MLA ആയിരുന്നു. PC ജോർജിൻ്റെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആളാണ്, കൂടെ പറഞ്ഞ സഹോദരനാണ്, നിങ്ങളിവിടെ ഇറക്കി കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്താൽ പടച്ചോൻ ഈ PC ജോർജിനെയും ഉയർത്തും, ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തെയും ഉയർത്തും. ഉറപ്പാണ്. വരാൻ പോകുന്ന റംസാൻ മാസമാണ്. ഈ റംസാൻ മാസത്തിൽ എല്ലാ തെറ്റുകളെയും കരിക്കുന്ന മാസമാണ്. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരത് ചെയ്യേണ്ടത്. അപ്പോൾ മുസ്ലിമിൻ്റെയും ഇസ്ലാമിൻ്റെയും വിശാലത തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കും എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പക്ഷേ അദ്ദേഹം ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഈ പള്ളിയിലെ ഇറച്ചി മുറിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ഇറച്ചി കൊണ്ട് കൊടുക്കും. 10-70 കിലോ ഇറച്ചി ഒരു ദിവസം പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പുള്ളി മറ്റേ പടുതയിൽ കഷ്ണിച്ച് ഉണക്കിയെടുത്ത് വെച്ചിട്ടാണ് ഈ വർഷം മുഴുവൻ അദ്ദേഹം കഴിക്കുന്നത് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു അവർ. അത് നമ്മൾ ഇതിനകത്ത് ഇട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമായതുകൊണ്ട് അത് വേണ്ടാന്ന് ഉദ്ദേശിച്ചു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് സാറേ? ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തിന്നല്ലോ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. അങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചത് ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് പോയി, ഇന്നും ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞാൻ തന്നെ എൻ്റെ കാര്യം തന്നെ നോക്കാം. രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരുന്നതല്ലാതെ ഈ നിമിഷം വരെ ഞാൻ ഒന്നും കഴിക്കത്തില്ല. കാരണം എൻ്റെ ഈ അസുഖം ഭയങ്കരമാണ്. അതാണ്. സാറിന് കുടലിലാണ് സാറിന് ക്യാൻസർ ഉള്ളത്? അല്ലല്ല, ഇവിടെയാണ്. ആഹാരം ഇറങ്ങി പോകത്തില്ല. അതേ ഉള്ളൂ കാര്യം. ജ്യൂസുകളൊക്കെ അതൊക്കെ കഴിക്കാൻ പറ്റും. എൻ്റെ പേര് നിങ്ങൾ പറയണം സാർ. മുഹമ്മദ് ഹനീഫ, 74 വയസ്സ് പ്രായം, പത്തനാപുരത്തുകാരനാണ്. പുനലൂർ LICയിൽ ഏജൻ്റായിട്ട് 25 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. വിദ്യാഭ്യാസമുള്ള ആളാണ്. സാറേ, ഈ സാറിൻ്റെ ഇതിനകത്ത് മുസ്ലിംസ് മാത്രമേ സാറിനോട് ഈ ഇൻഷുറൻസ് ചേരാറുള്ളൂ? അല്ല, 80% ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് ചേരുന്നത്. പക്ഷെ ഇത് ശരിയായിട്ടും നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട സത്യമാണ്. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരാൾക്കൊരു നാക്കുപിഴ ഉണ്ടായില്ല. അദ്ദേഹത്തിന് നാക്കുപിഴ അത് അദ്ദേഹത്തിന് ഇനി ഉണ്ടാവില്ല, ജന്മനാ ഉള്ളതാണ്. പക്ഷെ ഇനി ഒരിക്കലും PC ജോർജ് സാറിന് നാക്കുപിഴ ഉണ്ടാവില്ല. ഞാനത് ദുആ ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്താൽ ഏക്കും, തീർച്ചയായിട്ടും ശരി. അദ്ദേഹത്തിന് അത് ഉണ്ടാവില്ല. അദ്ദേഹം ചിന്തിക്കും. അപ്പോൾ ഈരാറ്റുപേട്ടയിലെ മുസ്ലിമീങ്ങളും അവിടുത്തെ ഹിന്ദു സഹോദരൻ ക്രിസ്ത്യൻ സഹോദരനും കൂടെ ഏകകണ്ഠമായി എടുത്ത തീരുമാനം ജോർജിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ജയിപ്പിച്ച്, അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്. വൈരാഗ്യത്തിന് മറ്റൊന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞു പോകും. പക്ഷേ അദ്ദേഹം കുറ്റബോധത്തോടു കൂടി തിരിച്ചു വരും. എല്ലാവരുമായിട്ട് സഹകരിക്കും. തെറ്റ് പറ്റിപ്പോയി ക്ഷമ ചോദിക്കും. അന്തസ്സായ രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം പുള്ളിയെ സഹായിക്കുന്നില്ല. കേന്ദ്രം ഇവിടോട്ട് വിളിച്ചു ചോദിച്ചു ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം അവിടെ ചെന്ന് ഈ അപേക്ഷിച്ചു എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവർ ഇവിടെ സംസ്ഥാനത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സാറേ, അത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ എനിക്ക് സംസാരിക്കാനൊക്കെ അല്ല. ഞാനിപ്പോൾ ഈ ഖുർആനും ഇസ്ലാമും ആയിട്ടുള്ള ബന്ധമാണ്. അത് എന്താണ് അവർ ശീലിക്കേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ ഞാൻ പറഞ്ഞു. ഇനിയും വരുന്ന ഈദിന് എല്ലാവർക്കും ഒരു നല്ല മനസ്സ് തോന്നി അത് ചെയ്താൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പൊറുക്കണം. ആഗ്രഹം പറഞ്ഞാണ്. ഒരാൾ എന്നോട് പറയുമ്പോൾ
അദ്ദേഹത്തിന് എനിക്ക് സംസാരിക്കാൻ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ ഈരാറ്റുപേട്ടക്കാർ അവർക്ക് ബിസ്മിയും പറഞ്ഞാണെന്ന് പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞ് 7 പ്രാവശ്യം ലീലാഫി ഖുറൈഷിൻ സൂറത്തെ ഓതി ശരീരത്തിൽ ഓതിയിട്ട് ഈ PC ജോർജിനെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്തസ്സായ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തിന് അത് ഉയർച്ചയാണ്. കാരണം അത്രയും വിശാല ഹൃദയമുള്ളവരാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പറ്റിയ ഒരു അവസരം കൂടെയാണിത്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചാൽ സാർ ഒരു പ്രാവശ്യമേ ഈ പ്രസംഗത്തിന്റെ വേദിയിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒന്ന് സംസാരിക്കാൻ ഞാൻ നേരിട്ട് പോലും ഞങ്ങൾ ആകപ്പാടെ ഗണേഷ് കുമാറും ഇദ്ദേഹവും കൂടെ ഇവിടെ പത്തനാപുരത്ത് ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ മാത്രമേ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാനും ഈ പാർട്ടിക്കാരനൊന്നും അല്ല. പക്ഷേ ഈ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മതപരമായ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അതൊക്കെ നമുക്കൊരു ക്ഷമ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് അഭിപ്രായമുണ്ട്. അവരെല്ലാം ഈരാറ്റുപേട്ടക്കാരൊക്കെ വളരെ നല്ല ഞങ്ങളവിടെ ചെന്നു, എല്ലാവരുടെയും അഭിപ്രായം എടുത്തു. എല്ലാവരും വളരെ നല്ലതായിട്ട് ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളെ വിളിച്ചു വരുത്തി, ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിളിച്ചു വരുത്തി വളരെ സ്നേഹത്തോടെ സംസാരിച്ചതാണ്. അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ പക്ഷേ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചിട്ടുണ്ടാവും, മനസ്സിന് വേദന ഉണ്ടായിട്ടുണ്ടാകും. കാരണം കൂടെ നിറന്ന ഒരാൾ അങ്ങനെ പറയും എന്ന് ഒരു സ്വപ്നത്തിൽ വിചാരിച്ചില്ലാകും. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ BJP-യിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ എതിർപ്പ് അദ്ദേഹത്തിന് ചിലപ്പം എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഉദ്ദേശിച്ച അദ്ദേഹത്തിന് അത് ഉണ്ടാവില്ല. അതൊക്കെ ആവാം. എന്തായാലും ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഒരു വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അതനുസരിച്ച് നിങ്ങളുടെ മനസ്സിന് അള്ളാഹു വേണ്ട തിരിച്ചറിവ് നൽകി. സാറ് പറയുന്നത് പോലെ ചിലപ്പോൾ സാറിൻ്റെ ഉപദേശം നിങ്ങളുടെ മനസ്സിന് ഒരു തണുപ്പുണ്ടാക്കാൻ കഴിയും. സാറിന് അവർ ചിന്തിക്കണം. കാരണം പരിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞു? ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സബൂർ ചെയ്യുന്നവനോടൊപ്പം ഞാനുണ്ടാവും. ഈ സമുദായമേ ഈരാറ്റുപേട്ടയിലെ കലിമ ഷഹാദത്ത് പറഞ്ഞ മുസ്ലിമീങ്ങളെ നിങ്ങൾ ക്ഷമിക്കണേ. നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരി, ഇത് നേരായ മാർഗത്തിലേക്ക് വരികയും ചെയ്യും. അദ്ദേഹം ഒരുപാട് തെറ്റ് പറഞ്ഞിട്ടുണ്ട്, പൊയ്ക്കോട്ടെ. ഇനിയെങ്കിലും അവരത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അവസാനമായി ഞാൻ പറയുന്നത്, ഹജ്ജത്തുൽ വിദാ എന്ന സ്ഥലത്ത് വെച്ച് റസൂല് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കു അംറൈനി ലൻ തദില്ലു മാ തമസക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൂടെ ഈ ആൾക്കാർ മനസ്സിലാക്കണം. ഞാൻ പോകുന്നു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വചനവും എൻ്റെ ജീവിത രീതി ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, നിങ്ങളതനുസരിച്ച് ജീവിക്കുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. തൻ്റെ ജീവിത രീതിയാണ് ക്ഷമ. പരിശുദ്ധ ഖുർആനിൽ ക്ഷമ. ഇത് മനസ്സിലാക്കി ഈരാറ്റുപേട്ടയിലെ ബഹുമാനപ്പെട്ട ആളുകൾ, കലിമാ ഷഹാദത്ത് പറഞ്ഞവരെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ കൊടുത്ത് അന്തസ്സായ രീതിയിൽ വീണ്ടും ജീവിതം മുന്നോട്ട് പോകാൻ ആണ് എൻ്റെ ആഗ്രഹം. ഇനി നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, വളരെ സന്തോഷം സാറേ. ഒരു നല്ല മെസ്സേജ് സാറിന് ഈ സമൂഹത്തിന് കൊടുക്കാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പത്തനാപുരത്തേക്ക് വന്നത്. ഏതായാലും സാറിനെ കാണാൻ സാധിച്ചില്ല. സാറിന് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ സാറിന് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഫ്രീ ഹോസ്പിറ്റൽ സാറിന് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അധ്യാപകനായിരുന്നു. 25 വർഷം അങ്ങനെ LIC-യുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. 2 കുട്ടികൾ. ഒരാൾ അഡ്വക്കേറ്റാണ്, ഒരാൾ എഞ്ചിനീയറാണ്. അപ്പോൾ ഒരു തികഞ്ഞ മതഭക്തനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പലതും പറയാനുണ്ട്. പക്ഷേ അദ്ദേഹം നിങ്ങളോടൊന്നും കയർത്ത് സംസാരിക്കുന്നതല്ല, നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങളോട് അവിടെ പോയി പറഞ്ഞേനെന്ന് പറഞ്ഞു. അത് മൊത്തം ജനങ്ങൾക്കും അത് ഒരു പാഠമാകട്ടെ. ഒരു നല്ല സമൂഹമാണല്ലോ നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നാവ് ഇനിയെങ്കിലും എനിക്ക് നാവിനെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.